Good morning, everyone. Good morning. Am I audible? Can you see me? Good morning. Good morning. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നമ്മൾ അതിന്റെ കണ്ടിന്യൂറ്റി ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓൾറൈറ്റ്. എന്നെ കാണുന്നുണ്ടോ? Am I audible or am I visible? Just let me know. Yes. Okay, very good. Thank you so much for joining. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. ലെറ്റ്സ് സ്റ്റാർട്ട്. ആരാണ് ഫസ്റ്റ് ടൈം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യുക. ഇഫ് യു ആർ അറ്റൻഡിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആൻഡ് ദെൻ ഇസ് ദർ എനിബഡി? ഓക്കെ, എത്ര മണിക്കാണ് നമ്മൾ എണീറ്റത്? ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങളുടെ ടൈമിംഗ്, നിങ്ങളുടെ വിന്നിങ്, നിങ്ങളുടെ സ്മോൾ വിൻസ് നമുക്ക് എന്ത് ചെയ്യണം? സെലിബ്രേറ്റ് ചെയ്യണം. സോ വെൻ ഡിഡ് യു വേക്ക് അപ്പ്? ജസ്റ്റ് കമന്റ് ഡൗൺ. 4:45, Simi, 4:30, 4:20, Shirin Joseph, okay, 5 a.m. Okay, very good. 5:30, okay. So you are able to achieve your 5 a.m. club. Very good, fantastic. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു? ഒന്ന് കമന്റ് ചെയ്യാവോ? Who is, can comment that? ആർക്കാണ് കമന്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ എന്തിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു? Just comment out. Let me know. എന്തായിരുന്നു? ഇംപേഷ്യൻസ് അല്ലേ? ക്ഷമയില്ലായ്മയെ കുറിച്ച്. ക്ഷമയില്ലാത്തത്, അതായത് നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യുമ്പോൾ what are the challenges we may face when we trying to achieve our goal? നമ്മുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇതാണ് നമ്മുടെ സീരീസ്. ഈ സീരീസിന്റെ സെഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള ചാലഞ്ചസ്, ഇത്തരത്തിലൊരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ജേണി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചാലഞ്ചസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് ദ ടോപ്പിക്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ടോപ്പിക്കുകൾ പറഞ്ഞു. ഇന്നലെ നമ്മൾ ഇംപേഷ്യൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്, ലെറ്റ്സ് ബിഗിൻ ദാറ്റ്. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ഇഫ് യു ആർ റെഡി, ജസ്റ്റ് കമന്റ് ഡൗൺ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ RE. ജസ്റ്റ് കമന്റ് ഡൗൺ RE. RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ. So we can start. Okay. നമ്മൾ പറഞ്ഞിരുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയായിരുന്നു? ലാക്ക് ഓഫ് ക്ലാരിറ്റി ആൻഡ് ഫോക്കസ്, അതായിരുന്നു ഫസ്റ്റ് ടോപ്പിക്. അത് കഴിഞ്ഞതിന് ശേഷം ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ മറ്റൊരു ചാലഞ്ച് വരുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കുന്ന സ്വഭാവമുണ്ട്. അതേപോലെ തന്നെ ഫിയർ ഓഫ് ഫെയിലിയർ, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഓവർവെൽം ആൻഡ് സ്ട്രെസ്, നമുക്ക് ഓവർവെൽമഡ് ആയിട്ട് സ്ട്രെസ് ആയി പോകുന്ന അവസ്ഥ. ദെൻ ആറാമത്തെ പോയിന്റ് പറഞ്ഞിരുന്നത് നെഗറ്റീവ് സെൽഫ് ടോക്ക് ആൻഡ് ലിമിറ്റിംഗ് ബിലീഫ്സ്. ആൻഡ് ദെൻ വി ഹാവ് എ ലാക്ക് ഓഫ് സപ്പോർട്ട് ആൻഡ് അക്കൗണ്ടബിലിറ്റി, ആരും നമ്മുടെ കൂടെ ഇല്ലാത്ത അവസ്ഥ. ദെൻ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ വെച്ചാൽ ഇംപേഷ്യൻസിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മൾ അടുത്ത പോയിന്റ് പറയുന്നത് ഡിസ്ട്രാക്ഷൻ ആൻഡ് ലാക്ക് ഓഫ് പ്രയോറിറ്റൈസേഷൻ. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന അവസ്ഥ, അത് നമ്മളുടെ ഒരു വലിയ പ്രോബ്ലമാണ്. സോനോ, എത്ര പേർക്ക് ആ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്ന് കമന്റ് ചെയ്തോളൂ. മീ എന്ന് കമന്റ് ചെയ്യുക. ഈ പ്രശ്നം അനുഭവിക്കുന്നത് നമ്മൾ ഫോക്കസ് നഷ്ടപ്പെടുക, ലാക്ക് ഓഫ് പ്രയോറിറ്റൈസേഷൻ ആൻഡ് ഡിസ്ട്രാക്ഷൻ. കമന്റ് ആവും. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. പരമാവധി ആൾക്കാർ ഒന്ന് വീഡിയോയിൽ വരിക. സോ ദാറ്റ് ഇപ്പം ഞാൻ വീഡിയോയിൽ വരുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് വീഡിയോയിൽ വരിക. സോ ഇറ്റ് വിൽ ബി റിയലി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ ആൻഡ് മോട്ടിവേറ്റിംഗ് ഫോർ മീ that I am talking to. Okay, very good. പലർക്കും ഉള്ളൊരു പ്രോബ്ലം ആണ് ഡിസ്ട്രാക്റ്റഡ് ആയി പോവാന്ന് പറയുന്നത്. Okay, very good. All right, thank you for joining here. So let's begin. Distraction and lack of prioritization, പലരും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആണിത്. ഇത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വലിയ ചാലഞ്ച്. സോഷ്യൽ മീഡിയ ഈ രൂപത്തിൽ, ടെക്നോളജി നമ്മളുടെ കയ്യിലേക്ക് ഈ രൂപത്തിൽ വന്ന സമയത്ത് ഒന്നുകിൽ യൂട്യൂബ്, അല്ലെങ്കിൽ വാട്സാപ്പ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അതല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോംസ്, യു ആർ ബോംബാർഡഡ് വിത്ത് ഇൻഫർമേഷൻ വിച്ച് യു ഡോണ്ട് നീഡ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത
റൈറ്റ് അല്ലാത്ത നോളജുകൾ, റൈറ്റ് അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ബോംബാർഡ് ചെയ്യപ്പെടുന്നു, നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. ആൻഡ് എത്ര പേര് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ടെക്നോളജി മൂലം ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്? ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ. ടെക്നോളജി മൂലം ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ആൾക്കാർ ടി എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ ടി ടെക്നോളജി എന്നുള്ളതിന് ടി. ജസ്റ്റ് കമന്റ് ഡൗൺ ടി. നിങ്ങൾക്ക് എത്ര പേരുണ്ടെന്ന് അറിയാനാണ്? സോഷ്യൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ എത്ര പേർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള അറിയണം. ജാസ്മിൻ പറയുന്നു ഓക്കെ, വെരി ഗുഡ്, റൈറ്റ്. ടെക്നോളജി റിലേറ്റഡ് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമോ വാട്സാപ്പോ നിങ്ങളുടെ സമയം കൊല്ലുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോം, ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ എത്ര പേർക്കുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. കാരണം ഞാനിത് പറയാൻ കാരണം, ഇത് ഇവിടെയുള്ള വാർത്തകളും ആവാട്ടെ, ടി വിയിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ മറ്റുള്ള നാട്ടിൽ നടക്കുന്ന വാർത്തകൾ, വാട്സപ്പിലൂടെ അങ്ങനെ പല സംഗതികൾ, ഗെയിം, അത് സോഷ്യൽ മീഡിയ മാത്രമല്ല, ഗെയിം കളിച്ചുകൊണ്ട് അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സിനിമകൾ കണ്ടുകൊണ്ടേയിരിക്കുക. ഓക്കെ, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ബൈ വാച്ചിങ് ലോട്ട് ഓഫ് മൂവീസ്. ടെലഗ്രാം അല്ലെങ്കിൽ ടെലഗ്രാമിൽ എന്താ പറയുക, ഡൗൺലോഡ് ചെയ്തിട്ട് സിനിമ കാണുക, അത് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ, ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് അതിൽ ബിഞ്ച് വാച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള പലതും. ഒരുപാട് പേരുടെ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേർക്ക് സോഷ്യൽ മീഡിയയിൽ പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാർ കമന്റ് ചെയ്യാൻ മടിയുള്ളവരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, കമന്റ് യു ആർ ഗോയിങ് ത്രൂ ദിസ് സോ ദാറ്റ് ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, ഓക്കെ, പ്ലീസ് ബി സൈലന്റ്. ഓക്കെ, നിങ്ങൾ മ്യൂട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ദയവ് ചെയ്ത് മ്യൂട്ട് ചെയ്യുക. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ലെറ്റ് മീ ടേക്ക് ദിസ് സെഷൻ. താങ്ക് യു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ? ഡിസ്ട്രാക്ഷൻ. ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു യാത്ര പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻ്റർപ്രണറാണ്. പുള്ളി ഒരു ബിസിനസ്, ഒരു ഇ-കൊമേഴ്സ് ബിസിനസിൻ്റെ ഓണറാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഷാഫി, ഈ ലോകത്ത് വിൻ ചെയ്യാൻ, ഇന്നത്തെ കാലത്ത് വിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സക്സസ്ഫുൾ ആവാൻ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു ഞാൻ. അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ദിസ് വേൾഡ് ഈസ് ഫുൾ ഓഫ് ഡിസ്ട്രാക്ഷൻ. ഈ ലോകം മുഴുവൻ ഡിസ്ട്രാക്ഷനിലാണുള്ളത്. എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ്. സോ ഇഫ് യു ക്യാൻ കൺട്രോൾ യുവർ ഫോക്കസ് വിത്തൗട്ട് ബീങ് ഡിസ്ട്രാക്റ്റഡ്, യു കൻ വിൻ. എനിക്ക് എന്ത് ചെയ്യാൻ? വിൻ ചെയ്യാൻ പറ്റും. നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ കൊടുത്തുകൊണ്ട് നമ്മൾ കൺട്രോൾ. കാരണം എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ ഡിസ്ട്രാക്ഷൻ ഇല്ലാതിരുന്നാൽ മതി. എല്ലാവരും ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് അവരെല്ലാവരും പരാജയപ്പെടും, അവരെല്ലാവരും പ്രശ്നത്തിലാകും. ഇവിടെ ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷൻ പ്രൂഫ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ മാത്രമാണ് വിൻ ചെയ്യുന്നത്. ഡിസ്ട്രാക്ഷൻ പ്രൂഫ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണ് വിൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഗോളിൽ നിന്ന് മാറാതെ കംപ്ലീറ്റ്ലി അതിൽ തന്നെ പിടിച്ച് സ്ട്രോങ് ആയിട്ട് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ആ ലെവലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസ് ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യു ക്യാൻ വിൻ. പുള്ളി പറയുന്നൊരു കാര്യം ഇതാ. കാരണം നമ്മൾ കോമ്പറ്റീഷൻ, മറ്റുള്ളവരൊക്കെ പാടെ വന്നിട്ട് നമുക്ക് അവസരം നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു പേടി വേണ്ട. യു ക്യാൻ വിൻ. എവ്രി വൺ ഈസ് ഡിസ്ട്രാക്റ്റഡ് അല്ലേ? എല്ലാവരും ഫോണിലാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വരെ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരുടെ കൈകളിലും എന്താ വെച്ചാൽ ഫോണിലേക്ക് ശ്രദ്ധ. അപ്പം ലോകം മുഴുവൻ ആ ലെവലിലേക്ക് എന്താ വെച്ചാൽ ഡിസ്ട്രാക്റ്റഡ് ആയി കിടക്കുകയാണ്. സോ യു ക്യാൻ വിൻ ഈസിലി. ആകെ നീ എന്താ ചെയ്യേണ്ടത്? നീ ഡിസ്ട്രാക്ഷൻ, നിന്റെ ഈ ഒരു ഫോക്കസ് എന്ത് ചെയ്യുക? നീ കൺട്രോൾ ചെയ്യുക. നിന്റെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക? ഒന്ന് ഫ്രീ ആക്കി നീ കറക്റ്റായിട്ട് എന്താ വെച്ചാൽ ഒന്ന് കീപ്പ് ചെയ്യുക. യു ജസ്റ്റ് കീപ് യുവർ മൈൻഡ് സെറ്റ് റൈറ്റ്. ഫോക്കസ് കറക്റ്റായിട്ട് വെക്കുക. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഫോർ ദാറ്റ്? അതിനെന്താ ചെയ്യേണ്ടത്? ഒരൊറ്റ കാര്യമുള്ളൂ, ബി ബ്ലഡി ബോൾഡ്. വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിനു വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക. നമ്മൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? എഫേർട്ട് ഇട്ടിട്ട് ട്രെയിൻ ചെയ്യുക. എന്താ വേണ്ടത്? സില്ലി ആയിട്ടുള്ള കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക എന്നുള്ളത്. സില്ലി ആയിട്ടുള്ള കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കുക.
സില്ലി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളോട് ശരിക്കും എന്താ വെച്ചാൽ നോ പറയാൻ പഠിക്കണം. അതിനുള്ളൊരു എന്താ പറയുക, പലപ്പോഴും നമ്മുടെ പ്രോബ്ലം മടിയല്ല, പലപ്പോഴും നമ്മുടെ പ്രോബ്ലം ഞെട്ടിവെക്കുന്നതല്ല, പലപ്പോഴും നമ്മുടെ പ്രോബ്ലം പേടിയാണ്. എന്തിനുള്ള പേടി? നമ്മളെ ഡിസ്ട്രാക്ട് ആക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ, ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളോട് നോ പറയാനുള്ള തൻ്റെ ഇടമില്ല. കാരണം എന്താണ് പേടി? നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളോട് അതിനോട് നോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, നോ പറയാനുള്ള പേടിയാണ്. ആ നോ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരു സുഖം തരും, നമുക്കതൊരു സുഖം തരും, എന്തോ ഒരു സുഖം തരുന്നുണ്ട്, എന്തോ ഒരു രസം തരുന്നുണ്ട്. നമുക്ക് പേടി എന്ന് പറയുന്നത് എന്ത് പേടിയെന്ന് അറിയോ? ഫോമോ എന്ന് പറയും. ഫോമോ, FOMO. എന്താണോ ഒന്ന് കമന്റ് ചെയ്ത്, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത് FOMO ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഓൺ, ബിക്കോസ് ദാറ്റ് ഇറ്റ്, ഈ ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സസൈസ് ആയിട്ട് നിങ്ങളോട് കമന്റ് ചെയ്യാൻ പറയുന്നത്. ജസ്റ്റ് കമന്റ് ഓൺ. ഫോമോ. ഫോമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. എന്താണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്? അധികം ആൾക്കാർ ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണ്? ഞാനിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ഒരു ഗെയിം ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്ന ഈ കാര്യങ്ങളോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ നഷ്ടപ്പെടും. എനിക്ക് ആ സുഖം കിട്ടില്ല, എനിക്ക് ആ രസം കിട്ടില്ല, എനിക്കത് നഷ്ടപ്പെടും. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് മേ ബി നിങ്ങളുടെ കൂട്ടുകെട്ടായിരിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. ആണോ? എത്ര പേർക്ക് ഫ്രണ്ട്സ് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്? ജസ്റ്റ് കമന്റ് ആണ്. എത്ര പേർക്ക് ഫ്രണ്ട്സ് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്? ഒന്ന് കമന്റ് ചെയ്തോളൂ. എത്ര പേർക്ക് സീരിയൽസ് ഒരു ഡിസ്ട്രാക്ഷൻ ആണ്? എത്ര പേർക്ക് റിയാലിറ്റി ഷോകൾ ഡിസ്ട്രാക്ഷൻ ആണ്? ജസ്റ്റ് കമന്റ് ആണ്. ഫ്രണ്ട്സ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. കാരണം ഫ്രണ്ട്സ് വിളിച്ചു കഴിഞ്ഞാൽ പോവാ, ഫ്രണ്ട്സിന്റെ കൂടെ പോവാ, ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങുക, ഫ്രണ്ട്സിന്റെ കൂടെ ലൈക്ക് ചായ കുടിക്കാൻ പോവുക, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യാൻ പോവുക, അതല്ലെങ്കിൽ വേറെ ഡ്രിങ്ക്സ് പാർട്ടിക്ക് പോവുക, അല്ലെങ്കിൽ ട്രിപ്പ് പോവുക. വട്ട് എവർ ഇറ്റ് ഈസ്, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ബിക്കോസ് മേ ബി യു ആർ ഹാവിങ് യുവർ ഡിസ്ട്രാക്ഷൻ മൈ ബി യുവർ ഫ്രണ്ട്സ്. അവർ നിങ്ങളെ വിളിക്കുന്നു, then it can be movies. അപ്പൊ എന്തും ആകാം. വാട്ട് ഈസ് യുവർ ഡിസ്ട്രാക്ഷൻ? ഫൈൻഡ് ഔട്ട്. നിങ്ങൾ അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ വാല്യൂ നിങ്ങൾ എവിടെ കൊടുക്കുന്നു എന്നുള്ളത് നോക്കിയാൽ മതി. വേർ ആർ യു ഗിവിങ് യുവർ വാല്യൂ? വാല്യൂ മീൻസ് യുവർ ടൈം. നിങ്ങളുടെ ടൈം, നിങ്ങൾ ഉപയോഗിക്കാത്ത ടൈം എവിടെയാണോ നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാത്ത ടൈം എവിടെയാണോ കൊടുക്കുന്നത്, അവിടെയാണ് നിങ്ങളുടെ ആ ഒരു ഡിസ്ട്രാക്ഷൻ കിടക്കുന്നത്. അതേതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ടൈം കറക്റ്റായിട്ട് കൊടുക്കാത്ത ജോലിക്ക് കൊടുക്കുന്നതിന് പകരം എവിടെയാണ് കൊടുക്കുന്നത്? ബെഡിലാണോ? കിടന്നുറങ്ങിക്കൊണ്ട് തീർക്കാണോ? വേർ ഇറ്റ് ഇസ്? ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ജാസ്മിൻ പറയുന്നു ഇൻസ്റ്റാ റീൽസ് ആൻഡ് യൂട്യൂബ് ഷോർട്സ്. ഓക്കെ, യൂട്യൂബ്. ഓക്കെ, വെരി ഗുഡ്. സോഷ്യൽ മീഡിയ, വെരി ഗുഡ്. എവിടെയാണ്? ഫ്രണ്ട്സ് ആണോ? ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ഏതിലാണ്? ഫോണിലാണ്. ഓക്കെ, ഉമീബ പറയുന്നു സോഷ്യൽ മീഡിയ, ഫോണിൽ യൂട്യൂബ്. ഓക്കെ, വേറെ എവിടെയാണ് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ. ഓക്കെ, വേറെ എവിടെയും ഇല്ലേ? ഓൺലൈൻ ഗെയിംസ്. ഓക്കെ, വെരി ഗുഡ്. യൂട്യൂബ്. ഓക്കെ, റീൽസ്. ഓക്കെ, ഓവർ തിങ്കിങ്. ഓക്കെ, വെറുതെ ചിന്തിച്ചിരിക്കും. ഓക്കെ, ഓക്കെ. FDS എന്താ ഉദ്ദേശിച്ചത്? ഫുഡാണോ? ഓക്കെ, ഫുഡാണോ ശോഭ? I don't know. FDS, what do you mean by that? FDS. Okay. Phone, friends. Okay. രാവിലെ thinking. Yeah. Phone, serial. Okay. Study. Okay. Phone and friends. Overthinking. Okay. ഓക്കെ, നോ പറയാനാണ് പറ്റാത്തത്. ഓക്കെ, ഫമീദ പറയുന്നു. ഓക്കെ, ഫ്രണ്ട്സ്. ഓക്കെ, FDS ഫ്രണ്ട്സ്. ഓക്കെ, ഐ ഗെറ്റ് ഇറ്റ്. ഓൾറൈറ്റ്. സോ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്നിലും ഡിസ്ട്രാക്റ്റഡ് അല്ല എന്ന് പറയുന്നു. ഒന്നിലും ഡിസ്ട്രാക്റ്റഡ് അല്ല. സോ വാട്ട് ആർ യു ഡൂയിങ്? അല്ലെങ്കിൽ ആർ യു വർക്കിംഗ്? പ്രോപ്പറായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ നമ്മുടെ വർക്കിൽ കറക്റ്റായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് വർക്കിലായിരിക്കാം,
ഓക്കെ, അങ്ങനെയാണ് എങ്കിലും എഗെയിൻ നിങ്ങൾ വർക്കിന്റെ ചില കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആണ്, വർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഡിസ്ട്രാക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു, അതിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആണ്. ചില സംഭവം ചിലപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് അധികം കിട്ടാത്ത കുറേ കാര്യങ്ങളിൽ നിങ്ങൾ പെർഫെക്ഷനിസം, അതിന്റെ പുറത്ത് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് യു ആർ സോ സ്കേർഡ്. ഫിയറിൽ നിന്നാണ് ഡിസ്ട്രാക്ഷൻ വരുന്നത്. എന്തോ ഒരു ഫിയർ ഉണ്ട്. മേ ബി അത് ചെയ്യാനുള്ള ഫിയർ ആയിരിക്കാം, ജോലി ചെയ്യാനുള്ള ഫിയർ ആയിരിക്കാം. അതിൽ നിന്നുള്ള ഒളിച്ചോടിക്കൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഇത് ശരിയാവില്ല, കാര്യാവില്ല, ഇങ്ങനെയുള്ള ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന അതെന്തോ ഒരു ഫിയർ ആയിരിക്കാം. ഓവർവെൽമെന്റ് സ്ട്രെസ് എന്ന് പറയുന്ന ഫിയർ ആയിരിക്കും. അതും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രാക്ഷനോട് കൂടി അഡിക്ഷൻ ആയിട്ടുണ്ടാവും, അഡിക്റ്റഡ് ആയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പുറത്തായിരിക്കാം വേറെ. സോ ദ തിങ് ഈസ് ലൈക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ്, ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങളുടെ ലൈഫിന് ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിന് ക്വാളിറ്റി നൽകുന്നുണ്ടോ? നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? കമന്റ് ഡൗൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് കമന്റ് ഡൗൺ. നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ടോ ഇല്ലയോ? ഈ പറഞ്ഞിരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ്, ഈ പറഞ്ഞിരിക്കുന്ന ലൈക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ഗോളിലേക്ക് സഹായിക്കുന്നതാണോ? ന്യായീകരണം വേണ്ട, ശരിക്കും ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാരണം ഇത് വിട്ട് കളയാൻ വേണ്ടിയിട്ട് പറയാൻ പോവാണ്. അപ്പൊ ഇങ്ങനെ ചോദിക്കും, അല്ല എന്നാലും എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട് എന്ന തോന്നല്, ചിന്തകൾ, അങ്ങനൊന്നും വേണ്ട. ഉണ്ടോ ഇല്ലയോ സ്ട്രെയിറ്റ് ആണ്. ഇല്ല എന്നാണ് നീണ്ടുകയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്യണ്ടേ? യെസ് ഓർ നോ? ആ സംഗതി കട്ട് ചെയ്യണ്ടേ? യെസ് ഓർ നോ? കട്ട് ചെയ്യണം. അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. 2 ഓപ്ഷനാണുള്ളത്. കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ടൈം സെറ്റ് ചെയ്യാം. ബ്ലോക്ക് യുവർ ടൈം ഫോർ ദാറ്റ്. ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ശ്രദ്ധിക്കണം, അവർക്ക് കൊടുക്കുന്ന ടൈം ശ്രദ്ധിക്കണം. ഇതിനൊരു ഡിസിഷൻ എടുക്കണം. ഞാൻ അങ്ങനെ എല്ലാ സമയത്തും അവിടെ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യൂല. എന്നാൽ വൺസ് എ മന്ത്, മാസത്തിൽ ഒരിക്കൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ഓർ മേ ബി ട്വൈസ് എ മന്ത്. അങ്ങനെ മതി. ദാറ്റ്സ് ഇനഫ്. അത് മതി. സോ സെറ്റ് എ ടൈം ഫോർ ദാറ്റ്. സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ബി ബോൾഡ് ഇനഫ് ടു സേ നോ ടു ദാറ്റ് ആപ്പ് ആൻഡ് ഡിലീറ്റ് ഇറ്റ്. ഇപ്പൊ തന്നെ ഫോണിൽ നിന്ന് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്ത്. ഹു കൻ ഡു ദാറ്റ്? ഹു ഈസ് റെഡി ടു ഡു ദാറ്റ്? ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, ഡു ഇറ്റ്. അപ്പൊ നിങ്ങൾക്ക് വരുന്നൊരു ഫിയർ ഉണ്ട്. അയ്യോ സാർ ഇപ്പൊ തന്നെ പറയണോ? ഇത്രക്ക് സീരിയസ് ആണോ? ഇത്രക്ക് പ്രശ്നമാണോ? ഉടനെ വരും. ഒന്ന് ഡിലീറ്റ് ചെയ്തേ. ആർക്കൊക്കെ കഴിയും നോക്കുക. ആ ആപ്പ്, ഗെയിമിന്റെ ആപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്തേ. ആ ഒരു സംഗതി ഡിലീറ്റ് ചെയ്തേ. നിങ്ങളൊന്ന് കാണിച്ച്, നിങ്ങൾക്ക് നെട്ടലുണ്ടോന്ന് അറിയാലോ. എനിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ആപ്പിനോടൊക്കെ സില്ലി ആയിട്ട് നോ പറയാൻ പറ്റില്ല എന്നൊന്നും അറിയാലോ. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. ചലഞ്ച് യുവർ ബ്രെയിൻ, ചലഞ്ച് യുവർ സെൽഫ്. നിങ്ങളത് ചലഞ്ച് ചെയ്യും. പിന്നെ ഇതെല്ലാത്തിലും വലുത് നമ്മൾ കണ്ടതാണ്. ഡിലീറ്റ്. വിജീഷ് പറയുന്നു യെസ് ഡൺ. ആരൊക്കെ ഡൺ? ആരൊക്കെ ഡിലീറ്റ് ചെയ്തു? ജസ്റ്റ് കമന്റ് ഡൗൺ. ഡൺ, ഡൺ, ഡൺ. എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സാധനമേ ഉള്ളത് അല്ലേ? ആവശ്യമുണ്ടെങ്കിൽ, വർക്കുമായി ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഇൻസ്റ്റാൾ ചെയ്യുക, അത് കഴിഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഐ ഡു. ഞാൻ ചെയ്യുന്ന കാര്യം അതാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവാറുണ്ട്. എനിക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത്, ഒരു റീൽ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇടയ്ക്കൊന്ന് മെസ്സേജ് അയക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യും, നേരെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും. യു ക്യാൻ ഡു ദാറ്റ്. അല്ലാതെ ഫുൾ ടൈം അതിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഗുഡ്. ഓൾറെഡി ഡൺ. വെരി ഗുഡ്. ഫാരിസ്, വെരി ഗുഡ്. ഫാന്റാസ്റ്റിക്, ഫാന്റാസ്റ്റിക്. ആരൊക്കെ ചെയ്തു? ഡൺ, ഡൺ, ഡൺ എന്ന് തന്നെ കമന്റ് ചെയ്യുക. ലൈക്കും ഒന്നും വേണ്ട. ഡൺ. ഇഫ് യു ഹാവ് ഡൺ ജസ്റ്റ് കമന്റ് ഡൗൺ. ഡൺ. ഓക്കെ, ഓക്കെ. FB ആൻഡ് ഫ്ലിപ്കാർട്ട്. ഓക്കെ, സക്കിയ. അടിപൊളി. ഫ്ലിപ്കാർട്ടിലാണല്ലേ? ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഫ്ലിപ്കാർട്ട്, ആമസോണിലാണ് കളി നടക്കുന്നത്. ഓക്കെ, സമയം പോകാൻ മാത്രമല്ല ക്യാഷും പോകും. ഓക്കെ, വെരി ഗുഡ്. ഡൺ, വെരി ഗുഡ്. അപ്പോൾ അത്രയും ക്യാഷ് ലാഭിക്കുക. ഓൾറെഡി ഡൺ. ഓക്കെ, ഡൺ, 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 ഡൺ. ഓക്കെ. ഫേസ്ബുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യും? ഒന്നും നോക്കാറില്ല. ആ ആപ്പ് പ്രസ് ചെയ്യുക, നേരെ ഡിലീറ്റ് അടിക്കുക. ഒക്കെ ചോദ്യം വരും ഇനി. ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യുക? അതൊക്കെ വരും. അത് ഡിലീറ്റ് ചെയ്യാൻ അറിയില്ല. ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ച നിങ്ങൾക്ക് പിന്നെ ഡിലീറ്റ് ചെയ്യാനേ അറിയില്ല. മനസ്സിലാകുന്നില്ല? എസ്, ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഫ്രണ്ട്സ് ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ബട്ട് ടൈം, ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് വേസ്റ്റിംഗ് യുവർ ടൈം, നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക. കീപ് ദ ഡിസ്റ്റൻസ്. ദാറ്റ്സ് ഓൾ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. കുറച്ച് മാത്രം സംസാരിക്കുക.
എല്ലാ ദിവസവും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തോളൂ. ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ദെൻ വർക്കിന് ശേഷം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പേഴ്സണൽ ടൈം, വർക്കിന്റെ സമയത്ത് വർക്ക് അല്ലേ, അവിടെ എന്തായാലും വർക്ക് ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ കൂടുതൽ ഗോസിപ്പ്, കാര്യങ്ങൾ ടൈം വേസ്റ്റ് ആകുന്നു, കാര്യങ്ങൾ വേസ്റ്റ് ആകുന്നു അവരുടെ സംസാരത്തിന്റെ ഇടയിൽ വർക്കിൽ. സോ ഫിനിഷ് യുവർ വർക്ക്, വർക്കിൽ ഫോക്കസ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക, അതിലേക്ക് ഫോക്കസ് ചെയ്യണം, കാര്യങ്ങൾ ക്ലിയർ ചെയ്തു ടേക്ക് എ ഡെസിഷൻ. അത് അവരെ അറിയിക്കണ്ട, ഞാൻ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെന്നൊന്നും അറിയിക്കണ്ട. യു കൺട്രോൾ യുവർ സെൽഫ്, ദാറ്റ്സ് ഇറ്റ്, ഇനഫ്. ടെൽ യുവർ സെൽഫ് ടു കൺട്രോൾ, ദാറ്റ്സ് ഇറ്റ്. കീപ് ഇറ്റ് ലെസ്. ഓക്കെ. പിന്നെ നമ്മുടെ തെറാപ്പി ഒക്കെ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് എന്താ വെച്ചാൽ എനർജി ഷിഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ ആ ആൾ നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, നെഗറ്റീവ് എനർജിയുള്ള ഒരാളാണെങ്കിൽ, നെഗറ്റീവ് എനർജിയുള്ള ആളെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ എനർജി ഉള്ള, അത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് എനർജിയാണ്. സോ ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റേ അവേ. നമ്മൾ ടൈം കൊടുക്കുന്നതുകൊണ്ടാണ് ഒരാൾ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടൈം എടുക്കാൻ വരുന്നത്. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇന്നത്തെ സെഷന്റെ അടുത്ത പാർട്ട് അതാണ്, പ്രയോറിറ്റൈസ്. നമ്മൾ നമ്മുടെ ടൈമിനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ other people will prioritize our time based on their need. അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും, നമ്മളുടെ ടൈം എന്ത് ചെയ്യും, അവർ തീരുമാനിക്കാൻ തുടങ്ങും. Okay, very good, done, fantastic. I'm using only YouTube. Shall I delete that also? കുമാരൻ സർ, നിങ്ങൾക്ക് അത് ടൈം വേസ്റ്റ് ആക്കുന്നുണ്ടോ? എങ്കിൽ ഡിലീറ്റ് ചെയ്യൂ, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ കേട്ടോ, ദാറ്റ്സ് ഇറ്റ്. നോ, അവ യൂസ് ചെയ്യാറില്ല, എന്നാൽ ആപ്പ് ഫോണിലുണ്ട്, വേണ്ടി വന്നാലോ എന്ന ചിന്ത. ടാറ്റ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ചെയ്യാം, അങ്ങ് ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, ഒന്നിലും ടൈം കളയാറില്ല. ഓക്കെ, വെരി ഗുഡ്. ചങ്ങനത്തെ ചാനലില്ല, വെരി ഗുഡ്, ഫെൻറ്റാസ്റ്റിക്, ഡിലീറ്റഡ്. റീഡിങ് ഹാബിറ്റ് ഉണ്ട്, റീഡിങ് ഹാബിറ്റ് ഉള്ളവർ, ഓക്കെ, അത് നല്ല ഹാബിറ്റ് അല്ലേ, കീപ്പ് ഇറ്റ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈവൻ യൂട്യൂബ് വരെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞത്? ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് വെറും ഈ മോട്ടിവേഷൻ വീഡിയോസ് കണ്ട് ഇങ്ങനെ ഇരിക്കുക, ഇതാണ് പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. ഏത് മോട്ടിവേഷൻ വീഡിയോസ് കാണുക, അടുത്ത ക്ലാസ് കാണുക, അടുത്ത ക്ലാസ് കാണുക. എത്ര പേർക്കുണ്ട് ഈ ട്രാപ്പ്? ഇറ്റ്സ് എ ട്രാപ്പ് ആക്ച്വലി, അല്ലേ? ഒരു മോട്ടിവേഷൻ വീഡിയോ കാണും, അടുത്തത് കാണും. ഡിലീറ്റ് ദാറ്റ് ആൾസോ, യൂട്യൂബ് ആൾസോ ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ളവർ എന്താ വെച്ചാൽ ഡിലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടത് റൈറ്റ് നോളജ് ആണ്. ആ റൈറ്റ് നോളജ് കുറച്ച് മതി, ഒരുപാട് നിങ്ങൾക്ക് വേണ്ട. അതറിയോ? യു ഓൺലി നീഡ് റൈറ്റ് നോളജ് മതി. നിങ്ങൾക്ക് റൈറ്റ് നോളജ് കുറച്ച് മതി. ഒരിക്കലും നിങ്ങൾക്ക് ഒരുപാട് നോളജ് അല്ല വേണ്ടത്. യു നീഡ് റൈറ്റ് നോളജ്, സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എക്സ്പേർട്ട് നോളജ് ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് എന്താ ചെയ്യുക, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള കോച്ചിങ് പ്രോഗ്രാം, ഇതുപോലെ ഇത് മതി. വേറെന്താ വേണ്ടത്? അടുത്തത് നിങ്ങൾക്ക് ഇന്നലത്തെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീരും. കാരണം ഈ ക്ഷമയില്ലാത്തതുകൊണ്ടാണ് അടുത്ത വീഡിയോ കാണുന്നത്. എന്ത് ക്ഷമയാണ്? എന്താണ് ക്ഷമയില്ലായ്മ? എൻ്റെ പ്രശ്നത്തിന് ഇപ്പൊ പരിഹാരം കിട്ടണം. ഇത് കണ്ടു കഴിഞ്ഞാൽ പരിഹാരം കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. യു ഹാവ് ടു ഗോ ആൻഡ് സോൾവ് ഇറ്റ്, യു ഹാവ് ടു ഡു ഇറ്റ്. അതിനെന്ത് കിട്ടണം? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. നിങ്ങൾക്ക് റൈറ്റ് നോളജ് ആണ് വേണ്ടത്. അത് പഠിക്കുകയാണ് വേണ്ടത്. പഠിക്കുന്നത് എങ്ങനെയാണ്? സിസ്റ്റമാറ്റിക്കലി പഠിക്കണം. ആദ്യം എന്ത് പഠിക്കണം, പിന്നെന്ത് പഠിക്കണം. അതുപോലെ ഡീപ്പായിട്ട് പഠിക്കണം. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിക്സ് ഇറ്റ് ബൈ ജോയിനിങ് എ കോഴ്സ്, ഒരു ഡീപ്പായിട്ടുള്ള കോഴ്സ്. അതാണ് നമ്മുടെ 23-ാം തീയതി നമുക്ക് നടക്കുന്ന പ്രോഗ്രാം. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ചാലഞ്ചിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോഗ്രാമിലേക്ക് വരാം. അതൊരു എക്സ്പേർട്ട് നോളജ് ആണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഡെപ്തിൽ പോകുന്ന ഒരു കോഴ്സാണ്. സ്കാറ്റേർഡ് ആയിട്ടുള്ള നോളജ് അല്ല, ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നോ ഡൗട്ട് അത്തരത്തിലുള്ള നോളജ് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതല്ലാതെ കിട്ടുന്ന യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യുന്ന നോളജ് നിങ്ങൾക്ക് അത്രയും ആവശ്യമില്ല. അത് അവർക്ക് എന്തോ കാര്യങ്ങളുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന, ആ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട്. എന്താണ് അവരുടെ ഉദ്ദേശം? ഒന്ന്, അവരുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണം. ഒന്ന്. രണ്ട്, അതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻസിന് വേണ്ടി ഇടുന്നതാണ്. അപ്പൊ അതിലൊരു പൂർണ്ണമായ ഹെൽപ്പ് ഒരിക്കലും ഉണ്ടാവില്ല. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മാത്രമേ അടുത്ത ഹെൽപ്പ് കിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഒന്നുകിൽ അവരുടെ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. ആ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നിങ്ങളുടെ മനസ്സിൽ ഏതോ തരത്തിലൊരു ബ്രാൻഡ് ഇമേജ് നിങ്ങളുടെ മനസ്സിൽ അവർക്ക് ബിൽഡ് ചെയ്യണം. ആ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യണം? അവർ കോണ്ടന്റ് എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്തിടും. അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള രൂപത്തിലായിരിക്കില്ല. അവർക്ക് അവരുടെ ആവശ്യമായിട്ടുള്ള കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള
രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന, നിങ്ങൾ എന്താ അവരെ കുറിച്ച് ചിന്തിക്കണം, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് ആ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് അവർക്ക് ലൈക്കോ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഷെയറോ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദീസ് ആർ ദ റിയാലിറ്റി. ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അത് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് ചില ആൾക്കാരുടെ വീഡിയോസ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാണുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് നോളജ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. റൈറ്റ് നോളജ് എന്താ വെച്ചാൽ ഗോ ആൻഡ് ജോയിൻ എ കോഴ്സ്. ഒരു കോഴ്സ് അങ്ങോട്ട് പഠിക്കുക, സ്പെസിഫിക്കലി സ്പെഷ്യലൈസ്ഡ് ആയിട്ട്. നിങ്ങളുടെ പ്രോബ്ലം ഉണ്ടോ, ആ പ്രോബ്ലം എന്താണ്, അത് ഏത് കോഴ്സ് പോയാൽ കിട്ടും. പേയ്മെന്റ് കൊടുക്കുക, കോഴ്സ് പഠിക്കുക, കോച്ചിന്റെ സഹായം തേടുക, ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കുക, അത് ക്ലിയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ. അതല്ലാതെ ഇങ്ങനെ കുറെ വീഡിയോസ് കണ്ടാൽ എനിക്ക് തീരും. അപ്പൊ അതൊരു അഡിക്ഷൻ ആണ് പലർക്കും, അതൊരു ഡിസ്ട്രാക്ഷൻ ആണ് പലർക്കും. സോ അണ്ടർസ്റ്റാൻഡ്, അതൊരു ഡിസ്ട്രാക്ഷൻ ആവുന്നുണ്ട് എങ്കിൽ ഇഫ് ദാറ്റ് ബിക്കംസ് എ ട്രാപ്പ്, ഡിലീറ്റ് ഇറ്റ്. യു ഡോണ്ട് നീഡ്. ഓക്കെ. സോ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. ഓക്കെ. എവിടെയാണ് സർ ക്ലാസ്? ഓൺലൈൻ 1 ഡേ ക്ലാസ് ആണോ? ഓക്കെ. ഹെൽത്ത് ആൻഡ് വെൽനസ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ്. ഓക്കെ. നമ്മുടെ ക്ലാസ് വരുന്നത് 23-ാം തീയതിയാണ്. ശരത് അതിന്റെ ഒരു ഇതൊന്ന് ഇവിടെ പോസ്റ്റ് ചെയ്തേ. 23-ാം തീയതിയാണ് പ്രോഗ്രാം വരുന്നത്. ഓൺലൈനിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം നടക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഓൺലൈനിലാണ്, സൂമിലാണ്. അതിനൊരു 2-3 പാക്കേജ് ഉണ്ട്. അത് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. 30 ഡേയ്സ് പ്രോഗ്രാം ഉണ്ട്, 45 ഡേയ്സ് പ്രോഗ്രാം ഉണ്ട്, ദെൻ 60 ഡേയ്സ് പ്രോഗ്രാം ഉണ്ട്. പ്രീമിയം പ്രോഗ്രാം ആണ് 60 ഡേയ്സ്. അതിൽ കൂടുതൽ സപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ട്. ഈ 30 ഡേയ്സ് പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ബേസിക്കലി നമുക്ക് കോഴ്സ് എന്ന് വെച്ചാൽ 10 ഡേയ്സ് ഓൺലൈനിൽ സൂം സെഷനാണ്. ആ ഓൺലൈൻ സൂം സെഷനിൽ നിങ്ങൾക്ക് ട്രോമ ഹീലിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മളുടെ ലൈഫിൽ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നങ്ങളും അത് നമ്മളുടെ ബിഹേവിയറിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ ബിഹേവിയറിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മൾ ജീവിതത്തിൽ അത് നിയന്ത്രിക്കുന്നത് നമ്മളുടെ ട്രോമകളെ ട്രിഗർ ചെയ്യുന്ന ട്രിഗറിങ് ഫാക്ടേഴ്സ് ആണ്. നമ്മൾക്ക് ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്, ആ ട്രോമകൾ ട്രിഗർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് സ്ട്രെസ് വരുന്നു. ആ സ്ട്രെസ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ശരീരം ഓൾമോസ്റ്റ് സ്ട്രെസ്സിലാണുള്ളത്. ഇത് ഒരുവിധം എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവരുടെ ട്രോമാസ് ഹീൽ ചെയ്തിട്ടില്ല. എന്താണ് ട്രോമാസ്? ട്രോമാസ് എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളുണ്ട്. ഇതിന് ഇമോഷൻസ് ഉണ്ടാവും. ഓരോ പെയിൻഫുൾ എക്സ്പീരിയൻസിനും ഇമോഷണൽ ബ്ലോക്കുകൾ നമുക്കുണ്ടാവും. ഈ ഇമോഷണൽ ബ്ലോക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂട്ട് കോസിൽ കാരണം അതാണ്. അത് കണ്ടെത്തിയിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ട്രോമ ട്രിഗർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. നിങ്ങളുടെ ബോഡി സ്ട്രെസ് ഫ്രീ ആയിരിക്കും. നിങ്ങൾ എടുക്കാൻ പറ്റുന്ന ഡിസിഷൻസ് കറക്റ്റായിട്ട്, സ്ട്രോങ് ആയിട്ട്, ബോൾഡായിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല, അത് ഫിയറിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നു, അത് ഫിയറിൽ നിന്ന് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഫോക്കസ് ആകാൻ പറ്റുന്നുണ്ടാവില്ല, ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നുണ്ടാകാം, നിങ്ങളുടെ പെർഫോമൻസ് പ്യുവറായി പോകുന്നുണ്ടാകാം. ഇതിൻ്റെയൊക്കെ കാരണം അതൊക്കെ നിങ്ങളുടെ പെരുമാറ്റങ്ങളാണ്, അല്ലേ? നിങ്ങളുടെ ക്യാരക്ടറാണ്, നിങ്ങളുടെ പെരുമാറ്റ രീതിയാണ്, നിങ്ങളുടെ സ്വഭാവമാണ്. ഈ നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ചിന്തിക്കുന്ന രീതി, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എവിടുന്നാണ്? നിങ്ങളുടെ ബോഡി സ്ട്രെസ്സിലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബോഡി അൺകോൺഷ്യസ് ലെവലിലെ സ്ട്രെസ്സിലാണ്. അതിന് കാരണം നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള കാരണം എന്താണ്? നമ്മൾ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളിൽ പലതും നമ്മളെ സ്ട്രെസ്സിനെ ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. പല ആൾക്കാരും ഹൈപ്പർ വിജിലന്റ് ആണ്, പല ആൾക്കാരും ഹൈപ്പർ ടെൻഷനിലാണ്, പല ആൾക്കാർക്കും പല രീതിയിലുള്ള ഓവർ തിങ്കിങ്ങിനെ പോലുള്ള ടെൻഷൻസും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്. പല ആൾക്കാരും ഡിപ്രഷന്റെ ചില സൈൻസിലൂടെയാണ് കടന്നത്. സോ ഇങ്ങനെയുള്ള നമുക്ക് നമ്മളോട് ഒരു വെറുപ്പും ഒരു സുഖമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ഒരു എനർജി ഇല്ല, ഒരു ആവേശവും ഇല്ല, ഒരു താല്പര്യമില്ല, അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങൾ ഒന്നിലും ഒരു ഉഷാറും ഉന്മേഷം കിട്ടുന്നില്ല. ഇഫ് ദിസ് ഇസ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ, ഇതാണ് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സ്റ്റക്ക് ആയ പോലെ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതിൻ്റെയൊക്കെ പ്രശ്നം നിങ്ങളുടെ ശരീരവും, നിങ്ങളുടെ മനസ്സും, നിങ്ങളുടെ ആത്മാവും, നിങ്ങളുടെ ഇമോഷൻസും ശരിക്കും ശരിയായ ഒരു അലൈൻമെന്റിലല്ല ഉള്ളത്. അതിന് ശരിയായ ഒരു അലൈൻമെന്റിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള സങ്കടം, വിഷമം, ദേഷ്യം, പ്രയാസം, ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ള നെഗറ്റീവായിട്ടുള്ള കുറേ ഇമോഷൻസ് കിടക്കുന്നുണ്ട്. അത് ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്. ആ ഇമോഷൻസിനെല്ലാം കഴുകി കളയുക, ക്ലിയർ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഫ്രീ ആവും, നിങ്ങളുടെ ശരീരം ഫ്രീ ആവും, നിങ്ങളുടെ സോള് ഫ്രീ ആവും. നിങ്ങൾ പിന്നെ കറക്റ്റായിട്ടുള്ള അലൈൻമെന്റിലേക്ക് വരും.
ആ അലൈൻമെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന പ്രോഗ്രാമാണ്. 10 ഡേയ്സ് കോച്ചിങ് ആണ് ഫസ്റ്റിൽ. അതിൽ തന്നെ ഒരുപാട് തെറാപ്പീസ് ഉണ്ട്. ആ തെറാപ്പികൾ ചെയ്തിട്ട് നിങ്ങളെ ഇതിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് കൊണ്ടുതരും. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ 30 ഡേയ്സ് നമുക്കൊരു മെൻറ്റർ നിങ്ങൾക്ക് വെച്ച് തരും. അപ്പം നിങ്ങൾ പലപ്പോഴും കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഓൺലൈൻ കോഴ്സ് ആകുമ്പോൾ പ്രത്യേകിച്ച് എനിക്കിത് ഒറ്റയ്ക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെൻറ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്ത് തരുന്നത്. ആ മെൻറ്ററുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് ഓരോ ഇഷ്യൂസും നിങ്ങൾ ക്ലിയർ ചെയ്യും. ഒരു മനുഷ്യന് ശരാശരി 30 ഏകദേശം 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട്. ഈ ലിമിറ്റിംഗ് ബിലീഫുകളാണ് അവനെ നിയന്ത്രിക്കുന്നത്, അവനെ ഭയപ്പെടുത്തുന്നത്. ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ വന്നത് അവനുണ്ടായിട്ടുള്ള ഏകദേശം 3000-ഓളം ട്രോമകളിൽ നിന്നാണ്. ആ ട്രോമകൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3000 ട്രോമാസും ക്ലിയർ ചെയ്യാനുള്ള 3000-ഓളം ട്രോമ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, ഒരു ആവറേജ് ആണ് പറയുന്നത്, അത്രയും ട്രോമാസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട്. അതിന് 30 ഡേയ്സിൽ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ക്ലിയർ ചെയ്യും. ചില ആൾക്കാർക്ക് അതൊരു 45 ഡേയ്സ് എടുക്കും. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും, 45 ഡേയ്സിന്റെ പാക്കേജ് എടുക്കാം, അഡീഷണലി എടുക്കാം, അല്ലെങ്കിൽ 60 ഡേയ്സിന്റെ പ്രോഗ്രാം എടുക്കാം. 60 ഡേയ്സ് സപ്പോർട്ട് ഉണ്ടാവും. അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷവും നമ്മളുടെ എന്ത് ചെയ്യും, നമ്മുടെ ടീമിന്റെ ഒരു ഗ്രൂപ്പ് സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിലേക്ക് വരാം, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യാം, തിരിച്ചു പിടിക്കാം. ഇത് നമ്മുടെ പാസ്റ്റ് ക്ലിയർ ചെയ്യുന്നു, എന്നിട്ട് നമ്മളെ ഫ്രീ ആക്കുന്നു, എന്നിട്ട് നമ്മൾ അലൈൻ ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫ്യൂച്ചർ ബിൽഡ് ചെയ്യും. ദിസ് ഈസ് ദ പ്രോഗ്രാം. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോഗ്രാം. കം ടു ദ പ്രോഗ്രാം. അടിപൊളിയായിരിക്കും. ഓൾറെഡി കുറെ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ കൂടി ഉണ്ട്. കം ആൻഡ് ജോയിൻ. 23rd പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പോൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഫ്രം ഹിയർ. സോ നമുക്ക് ഡിസ്ട്രാക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമുക്ക് അതിലേക്ക് വരാം. കം ബാക്ക്. ചോദ്യം ചോദിച്ചവർക്ക് വ്യക്തമായിട്ട് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡിസ്ട്രാക്ഷൻ, ലാക്ക് ഓഫ് പ്രയോറിറ്റൈസേഷൻ ആണ് നമ്മുടെ പോയിന്റ്. ചലഞ്ച് എന്താണ്? കോമ്പീറ്റിംഗ് ഡിസ്ട്രാക്ഷൻസ്, സോഷ്യൽ മീഡിയ, പേഴ്സണൽ ഇഷ്യൂസ്. മനസ്സിലാവുന്നുണ്ട്? നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസോ നമുക്ക് എന്താവും, ഡിസ്ട്രാക്റ്റഡ് ആവാം. നമ്മുടെ നമ്മൾ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. കോമ്പീറ്റിംഗ് ഡിസ്ട്രാക്ഷൻസിൽ തന്നെ ഒരെണ്ണമല്ല, അത് നമ്മൾ കോമ്പീറ്റ് ചെയ്തു മത്സരിക്കുകയാണ് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുക. സോഷ്യൽ മീഡിയ ഉണ്ടാവാം, വർക്ക് റിലേറ്റഡ് ആവാം, ഫ്രണ്ട്സ് ആവാം, പേഴ്സണൽ ഇഷ്യൂസ് ആവാം, പലതും നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രാക്ട് ചെയ്യും. നമ്മുടെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളാവാം. പേഴ്സണൽ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ മൂലം നമ്മുടെ ഗോളിൽ നിന്ന് എന്ത് ചെയ്യും, ശ്രദ്ധ മാറിപ്പോകും. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂ ഉണ്ടായി അല്ലേ, ഗോളിൽ ഫോക്കസ് ചെയ്യാൻ വയ്യ, വീട്ടുകാരുടെ പ്രശ്നം മൂലം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ്, അല്ലെങ്കിൽ ലൈഫ് പാർട്ണറുമായിട്ടുള്ള ഇഷ്യൂസ്, ആ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഗോളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. എസോർണോ? ഇങ്ങനെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വർക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കിലോട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ചെയ്യാൻ പറ്റുന്നു. എന്താ സൊല്യൂഷൻ? എന്താണ്? എലിമിനേറ്റ് ഓർ മിനിമൈസ് ഡിസ്ട്രാക്ഷൻ ബൈ യൂസിങ് ടൂൾസ് ലൈക്ക് ദ പൊമോഡോറോ ടെക്നിക്, വർക്കിംഗ് ഇൻ ഫോക്കസ്ഡ് ഇന്റർവെൽസ്. എന്താണ് പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൽസ് ഉപയോഗിക്കുക. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്റർവെൽസ്, ഒരു 20 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, ദെൻ അഗെയിൻ 20 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, ബ്രേക്ക് എടുക്കുക, ഓർ ദെൻ അഗെയിൻ അങ്ങനെ, അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് വർക്ക് ചെയ്യുക, ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾ കറക്റ്റായിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുക, സെൽഫ് ഡിസിപ്ലിൻ പഠിപ്പിക്കുക, ട്രൈ ചെയ്ത് പഠിപ്പിക്കുക. സോ ഡിസ്ട്രാക്ഷൻസിനോട് നോ പറയാം. എലിമിനേറ്റ് ഓർ മിനിമൈസ് ഡിസ്ട്രാക്ഷൻ ആൻഡ് പ്രയോറിറ്റൈസ് ടാസ്ക് ബേസ്ഡ് ഓൺ ഇമ്പോർട്ടൻസ്, നോട്ട് അർജൻസി. ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇന്നിപ്പോൾ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്, നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണോ നോക്കുക. ഇമ്പോർട്ടൻസ് എത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അർജന്റ് ആണ് എന്നുള്ളതിനെ പുറത്ത് ഇങ്ങനെ ചുമ്മാ ചെയ്തു പോകരുത്. ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണ്, ശരിക്കും ഇത് ചെയ്യേണ്ടതാണോ? അപ്പൊ ഇന്ന് ചെയ്യേണ്ടതാണെന്ന് തോന്നും, പക്ഷെ അത് ഇന്ന് തന്നെ ചെയ്യേണ്ടതാണോ? ശരിക്കും ഇമ്പോർട്ടൻസ് നോക്കുക. ബേസ്ഡ് ഓൺ ഇമ്പോർട്ടൻസ്, നോട്ട് അർജൻസി. ആ ലെവലിൽ എന്ത് ചെയ്തു പോകാം. ആൻഡ് സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് വിത്ത് യുവർ ടൈം ആൻഡ് എൻവയോൺമെന്റ് ടു സ്റ്റേ ഫോക്കസ്ഡ്. സെറ്റ് ക്ലിയർ ബൗണ്ടറീസ് വിത്ത് യുവർ ടൈം എൻവയോൺമെന്റ് ടു സ്റ്റേ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ എൻവയോൺമെന്റ്, നമ്മുടെ ടൈം, അത് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത്. ഡോണ്ട് ഗോ ദേർ. അത് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകരുത്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്ന സ്ഥലങ്ങൾ ഏതാണ്, അവിടേക്ക് പോകരുത്.
നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കുന്ന ഫ്രണ്ട്സ് ആണ് ഉണ്ടെങ്കിൽ സെറ്റ് ബൗണ്ടറി, സേ നോ ടു. ആർക്കും നിങ്ങളെ വന്നിട്ട് നിങ്ങളുടെ വർക്കിൽ നിന്ന്, നിങ്ങളിപ്പോൾ ഒരു കമ്പനിയുടെ CEO ആണ്, അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു ഓണറാണ്, ഫൗണ്ടറാണ്, എപ്പോഴും നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ വന്നിട്ട് ഇങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല. ദേ ഷുഡ് നോട്ട്. എല്ലാ കാര്യത്തിനും വന്നിട്ട് നിങ്ങൾ എങ്ങനെ ശല്യം ചെയ്യാൻ പാടില്ല. അത് നിങ്ങളുടെ ടൈം എടുക്കുന്നുണ്ടാവാം. സോ പ്രൊട്ടക്ട് യുവർ ടൈം. ബൗണ്ടറി സെറ്റ് ചെയ്യുക. നോ പറയാൻ പഠിക്കുക. നോ പറയാൻ പഠിച്ചിട്ട് എന്താ വെച്ചാൽ നോ പറഞ്ഞേ പറ്റൂ. അത് നോ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്യണം. വേറെ ഒരാളും നോ പറയില്ല, നമ്മൾ തന്നെ നോ പറയണം. ഇത് പറ്റില്ല, എനിക്ക് അങ്ങനെ ഈ ഒരു ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ടൈം. ഓരോ ടൈം എന്ന് പറയുന്നതാണ് ലോകത്ത് ഒരാളുടെ ഏറ്റവും വലിയ അസറ്റ്. ലോകത്തെ ഏറ്റവും വലിയ അസറ്റ്, ഏറ്റവും വിലപിടിപ്പുള്ള അസറ്റ് ടൈമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടത്, മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു സാധനം എന്താണെന്ന് അറിയോ? ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യന്റെ മരിക്കാതിരിക്കുക എന്നുള്ളതാണ്. മരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിനർത്ഥം എന്താ? ഇനിയും കൂടുതൽ സമയം ഇവിടെ വേണം, ജീവനോടെ വേണം. കൂടുതൽ സമയമാണ് എല്ലാവർക്കും ഏറ്റവും വലിയ ആഗ്രഹം. അതിലും വലിയ ആഗ്രഹമൊന്നും വേറില്ല. അപ്പം ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ്. സോ ഇഫ് യു അബ്യൂസ് ഇറ്റ് യുവർ ടൈം, നിങ്ങളുടെ ടൈം നിങ്ങൾ അബ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ റിഗ്രറ്റ് ഇറ്റ്. ഡോണ്ട് അബ്യൂസ് യുവർ ടൈം. എൻജോയ് യുവർ ടൈം, ബട്ട് അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ട് യുവർ ടൈം. ടൈം പ്രൊട്ടക്ട് ചെയ്യണം. ആ ടൈം എന്ത് ചെയ്യരുത്? വേസ്റ്റ് ആയില്ല. അപ്പം നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഗോൾ എന്താണ്, ആ ഗോളിലേക്ക് നിങ്ങളുടെ ടൈം എത്ര കണ്ട് അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? ഹൗ മച്ച് ടൈം യു ക്യാൻ ഗിവ്? എവിടെയാണ് നിങ്ങളുടെ ടൈം പോകുന്നത്? ഒന്ന് കമന്റ് ചെയ്ത്. എവിടെയാണ് ടൈം പോകുന്നത്? എവിടെയാണ് ഇപ്പം നിങ്ങൾ എവിടേക്കാണ്? നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ? ഒരുപാട് പേര് ഇവിടെ സോഷ്യൽ മീഡിയയിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പോഴും തീരുമാനം എടുക്കാൻ കഴിയാത്ത, ഡൺ എന്ന് കമന്റ് ചെയ്യാത്ത, അത് ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയാത്ത ആൾക്കാരുണ്ട്, പേടിയുള്ളവർ. ദേ ആർ ഗോയിങ് ത്രൂ സംതിങ് കോൾഡ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ആ പേടിയാണ്. നോ പറയാനുള്ള തൻ്റെ ഇടം വേണം. നമുക്കിങ്ങനെ എന്തോ ഒരു സുഖം കിട്ടും, എന്തോ ഒരു രസം കിട്ടും. അതിനോട് നോ പറയാനുള്ള പേടിയാണ്, അതിനുള്ള നട്ടലില്ല. മനസ്സിലാവണ്ട. പ്രൊട്ടക്ട് യുവർ ടൈം. നോ വൺ ഈസ് ഗോയിങ് ടു പ്രൊട്ടക്ട് യുവർ ടൈം, ഓൺലി യു. യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങളായിട്ട് ഒരു പോളിസി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങളായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, മറ്റുള്ളവർ നിങ്ങളുടെ ടൈം എടുക്കും. അപ്പൊ വിളിച്ചാൽ എല്ലാ കല്യാണത്തിനും പോകണ്ട, വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഫംഗ്ഷൻസിനും പോകണ്ട, വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ പാർട്ടിക്കും പോകണ്ട, വിളിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാ ട്രിപ്പിനും പോകണ്ട. ഓ, അവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? നോ. ഇഫ് യു വാണ്ട് ടു സക്സീഡ് ഇൻ യുവർ ലൈഫ്, ഡോണ്ട് ലിവ് ലൈക്ക് എ നോർമൽ പീപ്പിൾ. നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? പ്രൊട്ടക്ട് യു ടൈം. വീട്ടിൽ ഗസ്റ്റ് വന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അവിടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഗസ്റ്റ് വന്നോട്ടെ, അവരൊന്നങ്ങ് പോയിക്കോളും. കുറച്ചു നേരം പോയിട്ട് വേണമെങ്കിൽ ഒരു ഹായ് പറഞ്ഞ് സ്ഥലം പറഞ്ഞ് പോരാ. ദാറ്റ്സ് ഓൾ. അതിനപ്പുറത്തേക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട. അവരുടെ അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ എൻട്രൻസ് കോച്ചിങ് സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക സെൽഫ് ഡിസിപ്ലിനോട് കൂടി പഠിക്കുന്ന ഒരാളാണ്. ഗോ ആൻഡ് ടെൽ ദം, സ്പെൻഡ് 5 minutes വിത്ത് ദം ആൻഡ് ദെൻ കം ബാക്ക്. അല്ലാതെ ഇനിയിപ്പോൾ ഗസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നോ, യു ഡോണ്ട് നീഡ് ടു ഗോ. എല്ലാ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാൻ എല്ലാവരോടും നോ. പ്രൊട്ടക്ട് യുവർ ടൈം. ബി വെരി സീരിയസ് അബൌട്ട് യുവർ ടൈം. പ്രൊട്ടക്ട് യുവർ ടൈം. ഹു ഇസ് ടേക്കിംഗ് യുവർ ടൈം അവേ? ഓക്കെ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എന്തായി മാറരുത്? വേറെ കാര്യം കൂടി ശ്രദ്ധിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വല്ലാണ്ട് ലോൺലിനെസ്സിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ടൈമിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യു ഷുഡ് ഹാവ് എ ബാലൻസ്. ബാലൻസ് ഉണ്ടാവണം, കീപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് വേണം, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം. മനുഷ്യനത് ആവശ്യമാണ്. അത് അവൻ്റെ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. സോ യു നീഡ് ടു ഹാവ് ദാറ്റ്. ദാറ്റ് ഈസ് നീഡഡ്. ഇതില്ലെങ്കിൽ എന്താ വെച്ചാൽ ഇതൊക്കെ നേടിയിട്ടൊരു കാര്യമില്ല. ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് നേടിയിട്ടൊരു കാര്യമില്ല. ഓക്കെ. സോ പ്രൊട്ടക്ട് യുവർ ടൈം. എന്ത് ചെയ്യണം? നിങ്ങൾ തീരുമാനിക്കണം. എഴുതി വെച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ.
ആസ് എ ഹസ്ബൻഡ്, ആസ് എ വൈഫ്, ആസ് എ ഡോട്ടർ, ആസ് എ ബിസിനസ്മാൻ, ആസ് എ ബിസിനസ് വുമൻ, ആസ് എ സൺ, അങ്ങനെയുള്ള രീതിയിൽ നിങ്ങളുടെ റോൾ എന്തൊക്കെ ഉണ്ടോ ആ റോളുകളൊന്ന് എഴുതി വെച്ചു. നിങ്ങളുടെ ടൈം എവിടെ പോകണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത് ഈ റോളെല്ലാം ബേസ് ചെയ്തിട്ട്. ഈ റോളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ഡെയിലി ഏകദേശം എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഈ റോളുകൾ വെച്ചിട്ട് ഏകദേശം ആഴ്ചയിൽ എങ്കിലും നിങ്ങൾ ആലോചിക്കുക. ആസ് എ ഫ്രണ്ട്, ഒരു സുഹൃത്ത് എന്ന നിലക്ക്, ആസ് എ നെയ്ബർ, ഒരു നെയ്ബർ എന്ന നിലക്ക് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ, ഒരു ദിവസത്തിനുള്ളിലായിരിക്കാം. അതൊന്ന് എഴുതി വെക്കാം. അത് എഴുതി വെച്ചതിന് ശേഷം അടുത്തത് ഇതേ കാറ്റഗറി, ആസ് എ ഹസ്ബൻഡ്, ആസ് എ ലൈഫ് പാർട്ണർ, അല്ലെങ്കിൽ ആസ് എ ലൈഫ് പാർട്ണർ, ആസ് എ വൈഫ്, ഓർ ആസ് എ ഹസ്ബൻഡ്, ഓർ ആസ് എ ഫാദർ, എന്തെല്ലാം കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യൂല, ഇനി ഞാൻ ചെയ്യില്ല. ആസ് എ മദർ, ഓർ ആസ് എ ഫാദർ, എന്തെല്ലാം കാര്യങ്ങൾ ഇനി ഞാൻ ചെയ്യൂല. ഈ കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റു പലർക്കും ഏൽപ്പിക്കാൻ പറ്റും. എന്ത് ഞാൻ ചെയ്യില്ല? ആസ് എ ഫ്രണ്ട് ഞാൻ എന്ത് ചെയ്യില്ല? ഫ്രണ്ട്സ് വിളിക്കുമ്പോഴേക്കും ഞാൻ അവരുടെ കൂടെ പോവില്ല. എന്ത് ചെയ്യില്ല? ഡിഫൈൻ ചെയ്യണം. എ നോട്ട് ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് എ നോട്ട് ടു ഡു ലിസ്റ്റ്. കാരണം ഡിസ്ട്രാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല അല്ലേ? നിങ്ങൾ യൂട്യൂബ് ഇനി കാണില്ല. നിങ്ങൾ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇനി എന്താ വെച്ചാൽ ഫ്രണ്ട്സിന്റെ കൂടെ ഇന്ന ടൈം വേസ്റ്റ് ആക്കാൻ പോവില്ല. ടേക്ക് എ ഡിസിഷൻ. ഒന്ന് എഴുതിയേ. എല്ലാവരും ഒന്ന് എഴുതിയേ. ഐ വിൽ ഗിവ് യു 5 minutes. ഓക്കെ, ഒരു 5 minutes ടൈം തരാം. ശരത്, ഒരു മ്യൂസിക് പ്ലേ ചെയ്യുക. ശരത്, ആർ യു ദേർ? യെസ്, ഒരു കാം മ്യൂസിക് പ്ലേ ചെയ്തോളൂ. ഇവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 minute ടൈം കൊടുക്കാം. നിങ്ങൾ എന്തൊക്കെ ചെയ്യില്ല ലിസ്റ്റ് ചെയ്ത് റൈറ്റ് ഡൗൺ എ നോട്ട് ടു ഡു ലിസ്റ്റ്. എന്ത് നിങ്ങൾ ചെയ്യില്ല. എല്ലാവരും എഴുതണം. ഒരു പേപ്പറും പേനയും എടുത്തിട്ട് എല്ലാവരും എഴുതണം. റൈറ്റ് ഡൗൺ everyone. Take a pen and paper and do it. That you will not do. Because this is really needed. നിങ്ങൾ എന്ത് ചെയ്യില്ല? എഴുതി കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം കേട്ടോ. എഴുതി കഴിഞ്ഞാൽ മാത്രം. എന്തൊക്കെ ചെയ്യില്ല?
ഓക്കെ, ശരത് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു. സോ നിങ്ങൾ എഴുതി, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയോ? എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിയോ? യു ടുക്ക് എ ഡിസിഷൻ നൗ, യെസ് ഓർ നോ? ഇനി ചെയ്യേണ്ട കാര്യം വെൻ വിൽ യു ഡു ഇറ്റ്? അതും കൂടെ എന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും? എന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും? അത് കമന്റ് ചെയ്യും. എന്ന് മുതൽ നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്യും? അത് കമന്റ് ചെയ്യും. കമന്റ് ആവും. വെൻ വിൽ യു സ്റ്റാർട്ട്? കമന്റ് ചെയ്യുക. ഇപ്പൊ ഒന്ന് കമന്റ് ചെയ്ത് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യും? ഫ്രം ടുഡേ. ഓക്കെ, ആ ബുക്കിൽ എഴുതി വെക്ക്. ഫ്രം ടുഡേ എന്നാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് വെൻ വിൽ ഐ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ദിസ് എന്ന് എഴുതിയിട്ട് ആ ബുക്കിൽ എഴുതി വെക്കും. ആ ഡേറ്റ് എഴുതി വെക്കുന്നത് ഈ ടൈം മുതൽ, ഇന്നത്തെ ഡേറ്റ് തന്നെ എഴുതിയ ശേഷം ഇന്ന് മുതൽ അത് പ്രാക്ടീസ് ചെയ്യും. അടുത്തതൊരു ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ എഴുതണം. ഉത്തരം എഴുതിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യണം? വൈ ഷുഡ് ഐ ഡു ഇറ്റ്? ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യണം? ഒന്ന് എഴുതിയേ, ഇപ്പൊ തന്നെ എഴുതും. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ്? ഞാനിത് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം. ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യണം ഒന്ന്, അടുത്തത് വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ ഡോണ്ട് ഡു ഇറ്റ്? ഇത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്കെ, ഇത്ര ഒന്ന് എഴുതുക. ഈ രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ആൻസർ എഴുതിയ ശരത്ത് മ്യൂസിക് പ്ലേ ചെയ്തോളൂ. ഒരു 5 minutes മോർ. ഇവിടെ കമന്റ് ചെയ്യണ്ട, നിങ്ങൾ ആ ബുക്കിൽ എഴുതുക. ബുക്കിൽ എഴുതട്ടെ, പേനയും പേപ്പർ എടുത്തിട്ട് ബുക്കിൽ എഴുതുക. ജസ്റ്റ് കമന്റ് ആവും എന്തുകൊണ്ട് നിങ്ങളിത് ചെയ്യണം. ശരത്, പ്ലേ ദ മ്യൂസിക് ഫോർ 5 more minutes. ഓക്കെ, ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൺ എന്ന് കമന്റ് ചെയ്യുക. 1-2 ഉത്തരം എഴുതിയാൽ പറട്ടോ, 4 വരി വേണം. പരമാവധി എഴുതുക. അവയർനെസ് കയറാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു എക്സസൈസ് ആണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു അവയർനെസ് കയറണം.
ഓക്കെ, ഡൺ. എഴുതി കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. ഇനി എഴുതി കഴിഞ്ഞവർ മാത്രം കമന്റ് ചെയ്യട്ടോ. എഴുതി കഴിഞ്ഞവർ കമന്റ് ചെയ്യുക, ഡൺ എന്ന് കമന്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. ടൈം എടുത്തോളൂ. ടൈം എടുത്തിട്ട് തന്നെ എഴുതിക്കോളൂ. എന്താണ് ഇപ്പോൾ ഉള്ള ഫീലിംഗ്? എന്താ ഒന്ന് ഷെയർ ചെയ്തേ. എന്തുകൊണ്ട് നിങ്ങൾ ചേഞ്ച് ചെയ്യണം? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തേ. അൺമ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക. എന്തുകൊണ്ട്? അതൊന്ന് വായിക്കുക. എന്തുകൊണ്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകുന്നത്? ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. എവിടേക്കാണ് ടൈം വേസ്റ്റ് ആകുന്നത്? ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ? എന്തായിരുന്നു? നിങ്ങൾ എവിടേക്കാണ് നിങ്ങളുടെ ടൈം മാറിപ്പോകുന്നത്? എവിടെയാണ്? ക്ലിയർ ആയോ? ക്ലിയർ ആയി. അപ്പൊ അതൊന്ന് ഷെയർ ചെയ്യാവോ? ഹൂസ് റെഡി? നസ്രീൻ, ആർ യു ഗെറ്റിംഗ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഇപ്പം കുഴപ്പമില്ല. കുറച്ച് മുന്നേ അങ്ങനെ ഒരു 15 days ബിഫോർ ഉള്ളത് വെച്ചിട്ട് ഞാൻ എഴുതിയത്. ഓക്കെ, കോഴ്സിൽ വന്നിരുന്നു അല്ലേ നമ്മുടെ? വന്നതിന് ശേഷം അങ്ങനത്തെ മാറിപ്പോയി. ഞാൻ ഇപ്പം ചെയ്യുന്ന സംഭവങ്ങളിലൊക്കെ എനിക്ക് ഓക്കെയാണ്. പിന്നെ ഞാൻ ഫോർഗീവ്നെസ് ടു അതേഴ്സിൽ പോയിട്ടില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പൊ ഞാന് ഫോർഗീവ്നെസ് ടു അതേഴ്സ് ഉണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ, പക്ഷെ ഫോർഗീവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കണ്ടീഷൻ ആയിരുന്നു. ഞാൻ ഈ സെൽഫ് ലവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തപ്പോ തന്നെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഫോർഗീവ്നെസ് ടു അതേഴ്സ് ഇതുവരെ ചെയ്തിട്ടില്ല. അതിലേക്ക് എന്തായാലും കിടക്കണം. കാരണം ബിക്കോസ് അധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് സെൽഫ് ഫോർഗീവ്നെസ് നന്നായിട്ട് കൊടുക്കും. കാരണം സെൽഫ് ഫോർഗീവ്നെസ് നമുക്കാണല്ലോ കൊടുക്കുന്നത്. സെൽഫ് ലവും കൊടുക്കും. അത് നമുക്കുള്ളതാണ്, നമുക്ക് സുഖം തരുന്ന കാര്യമാണ്. അപ്പൊ നമുക്കത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സുഖം കിട്ടും, സമാധാനം കിട്ടും. അപ്പൊ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ ആ ഓക്കെ ആണെന്ന് തോന്നി നമ്മൾ എഫേർട്ട് ഇട്ടാലും റിസൾട്ട് കിട്ടാത്തതിന് വലിയൊരു എനർജി ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ എനർജി ബ്ലോക്ക് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. എനർജി ബ്ലോക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബണ്ടൻസ് നമ്മുടെ ലൈഫിലേക്ക് വരില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി കീപ്പ് ചെയ്യുന്നതുകൊണ്ട്, മറ്റുള്ളവർക്ക് ഫോർഗീവ് ചെയ്യാതെ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വിൽ ബി ദർ. എനിവേ, ഏതായാലും കോഴ്സിന് മുൻപുള്ള ഒരു അവസ്ഥയിലുള്ള സമയത്താണ് ഈ പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് ഡിസ്ട്രാക്ട് ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അവെയർ ആയിപ്പോ അല്ലെ? ഓക്കെ, എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നല്ലോണം റീൽസ് കാണുമായിരുന്നു. വെറുതെ ഇതിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാലും റീൽസ് ഇങ്ങനെ എന്തോ വെറുതെ കാണുക. മീൻസ് ഒന്നും ചെയ്യാതിരിക്കുക നല്ലത്, ഇതെങ്കിലും കാണുന്നുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്യും, യൂട്യൂബ് ഷോർട്സ് പോയി കാണും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ മീൻസ് നമ്മള് സ്റ്റഡീസിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷെ ഒക്കെ അറിയും, എക്സാം എഴുതാൻ പോകാൻ പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു, അങ്ങനെ കുറെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് പിന്നെ ഈ ഫോർഗീവ്നെസ് ടു അതേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽത്ത് കണ്ടീഷൻ വരും. എനിക്ക് വയർ അപ്സെറ്റ് ആവും. അങ്ങനത്തെ ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് വീക്ക് ഒരു എക്സാം ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് ഞാൻ മെന്ററിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വരുമ്പോഴൊരു ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ഉറക്കം, ഭയങ്കര ക്ഷീണമൊക്കെ വരിക. പക്ഷെ അവരൊക്കെ കാണുമ്പോ എനിക്ക് ഓക്കെയാണ്. മുന്നേക്കെ ഇവര് നമ്മളടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇവരെ കുറെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമല്ലോ, ഓരോ കോട്ടിങ് ഒക്കെ. ഇത് കാണുമ്പോ ഇവര് ഇതൊക്കെ ചെയ്തിട്ട് ഇവരൊക്കെ ഇത് എന്താ ഇടുന്നേ, ഇവര് ചെയ്തതൊന്ന് ഇതൊക്കെ വലിയ സ്റ്റാറ്റസ് ഇട്ടിങ്ങനെ ആ നാട്ടിലെ ബോധിച്ചാൽ മതി, അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ആ ഫീൽ ഇല്ല. മീൻസ് അവർക്ക് അറിയില്ലല്ലോ ഇവരൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്പം ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അവരുടെ ട്രോമയാണ്, അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അങ്ങനെ ഒരു ഫീൽ. മറ്റേത് അങ്ങനെ ഒന്നല്ലായിരുന്നു. ഇവരിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ വിചാരിക്കണ എന്താ, ഞാൻ ചോദിക്കൊന്നുമില്ല, പക്ഷെ പടച്ചോൻ ചോദിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും, പടച്ചോൻ ഇവർക്ക് കൊടുക്കണ പണി കാണാൻ വേണ്ടിട്ട്. എന്നിട്ട് പണി കൊടുത്താൽ ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ പറഞ്ഞു അന്ന് എന്നോട് ചെയ്തിട്ട് വരെ എന്തായി, ഞാൻ ഇങ്ങനെ പറയും അത്. പക്ഷെ ശരിക്കും ഞാൻ അവർക്ക് ഫോർഗീവ് ചെയ്ത് കൊടുത്തിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനിങ്ങനെ നോക്കിയിരിക്കും, അടുത്ത പണി അവർക്ക് കിട്ടട്ടെ. മീൻസ് ഞാനൊന്നും ചെയ്യാൻ ചോദിക്കൊന്നുമില്ല. ഇത് ഇവിടുന്ന് എനിക്കിത് എവിടുന്ന കിട്ടിയെന്ന് വെച്ചാൽ എന്റെ വല്യമ്മന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, നമ്മൾ ചോദിക്കാൻ പാടില്ല, നമ്മൾ പടച്ചോൻ ചോദിക്കണം, അപ്പോഴത് ചോദ്യമാവുള്ളൂ.
നമ്മൾ ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ പടച്ചോൻ ചോദിക്കുന്നു. പടച്ചോൻ ചോദിക്കുമ്പോൾ ഒന്നൊന്നര ചോദ്യമാവുന്നു. പണ്ടെപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന സമയത്ത്. അപ്പൊ അതവിടെ കേറി കൂടി 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 അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഇപ്പം പടച്ചോൻ ചോദിക്കണം എന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം അല്ലേ? അതെ അതെ. അതിന്റെ മുന്നേ അങ്ങനെ ഒന്നല്ലായിരുന്നു. ഞാൻ വരുന്ന സമയത്തുള്ള എന്റെ പ്രശ്നമല്ല ഞാനിപ്പം കറണ്ടായിട്ട് എനിക്ക് ഇപ്പത്തെ പ്രോബ്ലം എനിക്ക് മനസ്സിലായി. മീൻസ് ഒരു ക്ലാരിറ്റി കിട്ടി. മുന്നേ ആണെങ്കിൽ ഞാൻ വിചാരിച്ചൊരു കാര്യം ഇവരെ കൊണ്ട് ഞാൻ ഇങ്ങനെ ആയി. എന്നിട്ട് എനിക്ക് കിട്ടിയ ട്രോമ ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. മീൻസ് നമ്മളുടെ കല്യാണം കഴിയുമ്പോ നമ്മളുടെ ലൈഫ് ഇങ്ങനെ ആവുമെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ എന്റെ ഫാമിലിയിലെ എന്റെ കസിൻസ് ഒക്കെ അവരൊന്നും കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല. അപ്പൊ അതൊരു ട്രോമയാണ് അവരൊക്കെ. പിന്നെ ഞാൻ ബീച്ചിക്ക് പോവുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്കത് അതിപ്പോ അവരെ കണ്ടില്ലേ അവരങ്ങനെ ആയില്ലേ. ഈ ട്രോമ ഞാൻ കൊടുത്തതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറയും ഇതിനൊന്നും സമ്മതിക്കരുത്, ഇതൊന്നും വീഴാൻ പാടില്ല. നമ്മളെത്ര പഠിച്ചു കഴിഞ്ഞാലും നമ്മളെ കല്യാണ ശേഷമാണ് നമ്മളുടെ തലവിധി വരിക. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ അടുത്ത്. കാരണം എനിക്ക് കിട്ടിയ സംഭവം ഞാൻ അവർക്ക് അങ്ങോട്ട് കൊടുത്തു. ഇപ്പം എന്റെ ഉമ്മാന്റെ ബ്രദറിന്റെ മോള് ഇപ്പൊ ഈ ഒരു സ്റ്റേറ്റിലുണ്ട്. അവള് ഇതിന് സമ്മതിക്കണില്ല അത്ര. അപ്പൊ അവള് പറയണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇന്നെ കണ്ടില്ല ഇങ്ങോട്ട് ഇപ്പൊ എന്താ ഉണ്ടായി. അപ്പൊ അവള് ജോലി കിട്ടിയിട്ട് അവള് കല്യാണം കഴിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത്. അപ്പൊ ഇപ്പൊ എനിക്കത് ഭയങ്കര റിഗ്രറ്റ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അങ്ങനെ ഒന്നും ആവൂല എന്നൊക്കെ. പക്ഷെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോഴത് മനസ്സിലാവുള്ളൂ. അവക്കത് കേറിപ്പോയി. ഇപ്പൊ അങ്ങനെ മീൻസ് എനിക്ക് എന്ത് തോന്നിയാലും ഞാൻ എഴുതും. മീൻസ് നമുക്ക് ആ ബുക്കിൽ എഴുതി വെക്കും ലീലയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. സാറ് പറഞ്ഞ പോലെ 30 ആൾക്കാരാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കൊരു 10-15 ആൾക്കാരേ ഉള്ളൂ. അപ്പം അവർക്ക് പക്ഷെ അവരെ പേര് എഴുതിയിട്ട് എനിക്ക് അവരെപ്പാണ് കുറെ കോൺഫിഡൻസ് കൊടുക്കാനുള്ളത്. 1-2 ഒന്നല്ല. ഈ സാധനങ്ങളൊക്കെ കൂട്ടി 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 വെച്ച് അവിടെ അങ്ങനെ വെച്ച് 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 ഈ ഒരു അവസ്ഥയിൽ വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ അപ്പൊ അതെല്ലാം എന്തായാലും ക്ലിയർ ചെയ്യാൻ കഴിയട്ടെ. ഐ എം റിയലി ഹാപ്പി ഫോർ യു. അതെല്ലാം തിരിച്ചറിയാൻ പറ്റി, നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം തിരിച്ചറിയാൻ പറ്റി. അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് 1 by 1 ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞ് മനസ്സിലായി. എന്തുകൊണ്ട് ചെയ്യണം എന്ന് ഉള്ള ഒരു ചോദ്യം, ആ ചോദ്യത്തിന് എന്താ ഉത്തരം പറയാനുള്ളത്? എന്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം, ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം? അതായത് ഗോൾസിലേക്ക് പെട്ടെന്ന് എത്തണം. നമ്മൾ ഇതൊക്കെ നമ്മുടെ ടൈം ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് നമുക്ക് ദിവസങ്ങൾ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരു ഇത്. പിന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനുള്ള രീതിയിൽ നമ്മൾ ചെയ്യണം. പിന്നെ ബാക്കിയുള്ളവരെ തൃപ്തിപ്പെടുത്തുക. അതിന് മാറിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം റൈറ്റ് ആണെങ്കിൽ ബാക്കിയുള്ളവരെ പേടിക്കണ്ട. ഇതിപ്പോ ചെയ്തില്ലെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്യൂല എന്ന് പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫ് കുറച്ച് ഫ്രൂട്ട്ഫുൾ ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആ ഒരു തോട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഞാൻ. ഓക്കെ, വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയർ. ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? ആർക്കെങ്കിലും ലൈക്ക് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്നുള്ള, കാരണം നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇത് ലേണിങ്സ് ആണ് കേട്ടോ. കാരണം ഇത് എഴുതിയിട്ടുള്ള ഓരോരുത്തർക്കും പലർക്കും പല രീതിയിലായിരിക്കും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. എന്തുകൊണ്ട് നിങ്ങൾ ഡിസ്ട്രാക്ഷൻ പ്രൂഫ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഈ നോട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇസ് ദെയർ എനിബഡി ഹു ഹാവ് ടു ഡു ഇറ്റ്? ഷെയർ ഇറ്റ്. മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആവും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെഷനിലേക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ലിൻസ മാം ഷെയർ ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു ഷെയർ? ഞാൻ വിളിക്കാൻ കാത്തിരിക്കുകയാണല്ലേ. വിളിച്ചാലേ ഷെയർ ചെയ്യുള്ളൂ. ഓക്കെ, പറഞ്ഞോളൂ, ഷെയർ ചെയ്തോളൂ. എന്തുകൊണ്ട് ഇത് ചെയ്യണം? അൺമ്യൂട്ട് ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ആ ഒരു മൈക്കിന്റെ ബട്ടൺ അമർത്തിയിട്ട് അൺമ്യൂട്ട്. യെസ്, പറഞ്ഞോളൂ. എന്തുകൊണ്ട് എന്താണ് നിങ്ങൾ നോട്ട് ടു ഡു ലിസ്റ്റിൽ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഞാൻ എന്തൊക്കെ ചെയ്യില്ല, എഴുതി വെച്ചത് എന്താണ്? ഇനി കുറെ കാര്യങ്ങൾ ഞാൻ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു, അതിന് ചെയ്യില്ല. ഇന്ന് തൊട്ട് ഇപ്പോൾ തൊട്ട് തന്നെ എല്ലാം. മനസ്സിലായില്ല, ആർക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ടായിരുന്നു? ഹലോ, അൺമ്യൂട്ട് ചെയ്തല്ലോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ട് കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ. അതെല്ലാം
ആ അതെല്ലാം ഇപ്പൊ തൊട്ട് തന്നെ എല്ലാം ചെയ്തു തുടങ്ങണം. ഓക്കെ, അത് വേറെ. ഞാൻ പ്രോക്രാസ്റ്റിനേഷന്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്? ആ നീട്ടി വെച്ചിരുന്ന സമയത്ത് വേറെ എന്താ ചെയ്യുന്നത്? അപ്പം ഇതേപോലെ യൂട്യൂബിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, യൂട്യൂബ് സംഗതികൾ കാര്യങ്ങളൊന്നും ഇനി ചെയ്യില്ല എന്ന് തീരുമാനിച്ചു അല്ലെ? ആ ആ എന്തുകൊണ്ട് ഇനി നിങ്ങൾ അത് ചെയ്യില്ല? ആ നോട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, അത് എന്തുകൊണ്ട് ചെയ്യില്ല? അത് എന്തുകൊണ്ട് നിങ്ങൾ എന്താ വെച്ചാൽ അത് പ്രാക്ടീസ് ചെയ്യണം, അത് പറ. അത് എനിക്ക് കുറച്ച് ഗോൾസ് അച്ചീവ് ചെയ്യാനുണ്ട്. എന്റെ മൈൻഡ് ഒന്ന് റീപ്രോഗ്രാം ചെയ്യാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോഴും ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്. നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുണ്ടോ? EFT കോഴ്സ്? ഇല്ല, വേറൊരു കോഴ്സാ ചെയ്തത്. സുജാർ മോഹൻ ടീച്ചറിന്റെ കോഴ്സാ ചെയ്തിട്ടുണ്ടായത്. ഓക്കെ ഓക്കെ. അത് എന്നാ ചെയ്തിട്ടുള്ളത്? ചെയ്തിട്ട് എത്രയായി? 2 മാസമായി ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള. അതിനുശേഷം ഞാൻ അല്ല, അതില് സിൽവർ മെമ്പർഷിപ്പ് ബേസിക് കോഴ്സ് ഇങ്ങനെ മന്ത്ലി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഓക്കെ, മലയാളത്തിലാണോ കോഴ്സ് ഉള്ളത്? ആ, മലയാളത്തിലുള്ള സുജാർ മോഹൻ ടീച്ചർ. ഓക്കെ, സുജാർ മോഹൻ. എന്തൊക്കെയായിരുന്നു അതിൽ പഠിച്ചത്? നിങ്ങൾക്ക് ട്രോമ ഹീലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പഠിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ഇതേപോലെ രാവിലെ എണീറ്റ് ഇതേപോലെ ചെയ്യുമ്പോ സാറിന്റെ വീഡിയോ കണ്ടത്. അന്നേരം എന്റെ പ്രോബ്ലംസ് എല്ലാം സാറ് കുറെ ഭാഗം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് സാറിനെ ഡെയിലി ഇപ്പം കുറച്ചായിട്ട് കാണാൻ തുടങ്ങിയത് രാവിലെ. ഓക്കെ, വെരി ഗുഡ്. എന്തായാലും വരൂ, നമ്മുടെ കൂടെ കൂടൂ. നമ്മുടെ കോഴ്സുകൾ ഉണ്ട്, പറ്റുമെങ്കിൽ എന്തെങ്കിലും കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാം. എനിവേ, ഐ എം റിയലി ഹാപ്പി ദാറ്റ് യു ജോയിൻഡ് വിത്ത് us. ആൻഡ് ഇന്നത്തെ സെഷൻ ഹെൽപ്ഫുൾ ആയിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ സെഷൻ ശരിക്കും നിങ്ങൾ ഇന്ന് സിമ്പിൾ ആയിട്ട് കാണരുത്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചെയ്തത്. നമ്മൾ എന്ത് ഡിലീറ്റ് ചെയ്തോ യൂട്യൂബ്? ഡിലീറ്റ് ചെയ്തിട്ടില്ല. യൂട്യൂബിലാണ് സാറിന്റെ വീഡിയോസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ആവശ്യമുള്ളത് മാത്രമേ കാണാൻ പാടുള്ളൂ. നീ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, അത് ഡിലീറ്റ് ചെയ്യാത്തത് നമ്മുടെ ഫിയർ കൊണ്ടാണ്. ഓക്കെ, ഡിലീറ്റ് ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ എടുത്ത് കണ്ടാൽ മതി. അത് ആവശ്യമുള്ളപ്പോൾ ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ, അത്രയും മതി, അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഡിലീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവ് വേണം. യു ഹാവ് ടു ബി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആൻഡ് ടേക്ക് എ ഡിസിഷൻ കേട്ടോ. കാരണം നിങ്ങളുടെ ടൈം അവിടെയാണ് പോകുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാ ആ സാധനം വേണം? അതാണ് ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുന്നത്. മറിച്ച് ആ സാധനം അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ കൈ അറിയാതെ പോകും ഇല്ലേ? അറിയാതെ പോവാറില്ലേ? പോകുന്നല്ല, പോവാറുണ്ടോ? ഉണ്ട്. ഡിലീറ്റ് ചെയ്യണ്ടേ? ഉണ്ട്, ഡിലീറ്റ് ചെയ്യണം. അപ്പൊ എന്താ ഡിലീറ്റ് ചെയ്യാത്തത്? പേടി. എന്താ പേടി? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. സാറിന്റെ ക്ലാസ് ഒക്കെ ഞാൻ കാണാറുണ്ടല്ലോ. സാറിന്റെ ക്ലാസ് കാണുകയല്ല വേണ്ടത്. സാറിന്റെ ക്ലാസ് കാണുകയാണോ വേണ്ടത്? പണിയെടുക്കല്ലേ വേണ്ടേ? ബി ബോൾഡ്, ബി ക്ലിയർ ആൻഡ് ടേക്ക് ഡിസിഷൻ. പണിയെടുക്കുക. എന്റെ ക്ലാസ് നിങ്ങൾ ആരും കാണണ്ട, ആരും എന്റെ ക്ലാസ് കാണണ്ട. ഒരു സ്ഥലത്ത് ഒരു പ്ലാറ്റ്ഫോമിലും പോയിട്ട് കാണണ്ട. ഞാൻ പറയാം, എന്റേതല്ല, ആരുടേതും കാണണ്ട. നിങ്ങൾക്ക് ശരിക്കും ആക്ഷൻ എടുക്കണം വേണ്ടത്. സോ ടേക്ക് എ ഡിസിഷൻ. ആക്ഷൻ എടുക്കണം. സോ ക്രിയേറ്റ് എ പ്ലാൻ, ടേക്ക് ആക്ഷൻ. ആൻഡ് ക്ലാസ് കേൾക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ലിങ്ക് ഉണ്ട്. യൂട്യൂബ് ചാനൽ വേണ്ട, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ്സുകളൊക്കെ ഓരോന്നുണ്ട്. കഴിഞ്ഞ ഒരു 8 ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാനുണ്ട്. ഒന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ അത്യാവശ്യം ട്രാക്കിൽ കയറും. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഇത്രയും ദിവസത്തെ കോച്ചിങ് എന്ന് പറയാമോ? ഈ ഒരു വിഷയത്തിലുള്ള കോച്ചിങ് എങ്ങനെ ഉണ്ടായിരുന്നു? യൂസ്ഫുൾ ആയിരുന്നോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. ആ ക്ലാരിറ്റി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ ശരിക്കും ഹെൽപ്ഫുൾ ആകുന്ന ക്ലാസ്സുകളായിരുന്നു നൽകിയത്. ഇനിയും തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് അടുത്ത ടോപ്പിക്. നാളത്തെ ടോപ്പിക്ക് വരുന്നത്, നാളെ നമ്മൾ വീണ്ടും ഡിസ്കസ്. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻസ്? നാളെ നമ്മൾ അഡാപ്റ്റിംഗ് ടു ചേഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നാളെ വരുന്നത് കേട്ടോ. അഡാപ്റ്റിംഗ് ടു ചേഞ്ച് ഈ പ്രോഗ്രാമാണ് നാളെ നമ്മൾ പോകുന്നത്. സോ ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രോഗ്രാമിലേക്ക് വരിക. ലിസ്ന മാം, താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. യു ടുമോറോ. ഓക്കെ, നാളെ കാണാം. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു ഫോർ ജോയിനിങ്. സീ യു ടുമോറോ. താങ്ക് യു. താങ്ക് യു സർ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യട്ടോ. താങ്ക് യു സോ മച്ച്. ഹലോ സർ. ഹലോ.